ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. നമ്മളെല്ലാവരും ഒരുപോലെ ഇപ്പോൾ പേടിച്ചിരിക്കുന്ന ഒരു മെയിൻ കാര്യമാണ് NTPCയുടെ എക്സാം ഇനി എപ്പോൾ വരുമെന്നുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ കലണ്ടർ അനുസരിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ കഴിഞ്ഞ് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നടക്കുന്നതെന്ന് തന്നെയാണ് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്ത് പഠിക്കുക എന്നുള്ളത് കാര്യം മാത്രം നിങ്ങളിപ്പോൾ ചിന്തിച്ചാൽ മതി. ഇനി എന്ന് ഡേറ്റ് വരും, എപ്പോഴായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വേണ്ട. ഇനിയുള്ളത് കുറച്ച് സമയമാണ്, അത് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ആ ഒരു തോട്ട് മാത്രമേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാവൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പലരും ചോദിച്ച ഒരു ഡൗട്ട് ആയതുകൊണ്ടാണ് GK എങ്ങനെ പഠിക്കണം. കാരണം ഇനി 50 ദിവസമേ ഉള്ളൂ. ഇനി നമ്മൾ എങ്ങനെ പഠിക്കണം, കാരണം ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് GK എന്ന് പറഞ്ഞാൽ. നമുക്കപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇനിയുള്ള 50 ദിവസം അല്ലെങ്കിൽ ഒരു 60 ദിവസം എങ്ങനെയാണ് നിങ്ങളത് കാണേണ്ടതെന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മസ്റ്റ് കവർ ടോപ്പിക്സ് ഫോർ NTPC GK എന്നുള്ളതാണ്. കാരണം ഇനി GK ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് ജസ്റ്റ് എങ്കിലും നിങ്ങൾ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. കാരണം NTPCക്ക് GKയുടെ വെയിറ്റേജ് എന്താണ്, കൂടുതലാണ് അല്ലേ. GKയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് 40 മാർക്കോളം വെയിറ്റേജ് GKക്ക് മാത്രമായിട്ട് വരുന്നുണ്ട്. ബാക്കി 2 സബ്ജക്റ്റിനും എത്രയാണ്, 30 വീതമേ ഉള്ളൂ. അപ്പോൾ എവിടെയും GK തന്നെയാണ് എന്തെന്ന് പറയുന്നത് അവിടെ കുറച്ച് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 60% നമ്മൾ മാർക്ക് മേടിക്കാൻ നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു കട്ട് ഓഫ് റേഞ്ചിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ NTPC ഒരു സിമ്പിൾ എക്സാമിനേഷൻ അല്ല, അതെങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കി തന്നെ ഇനി പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഹൗ ടു സ്റ്റഡി GK ഓൺ ദ ലാസ്റ്റ് 50 days എന്നുള്ളൊരു കാര്യമാണ് എടുത്തിരിക്കുന്നത്. 50 ദിവസം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇനിയുള്ള ദിവസം നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തിനു വേണ്ടി? GKക്ക് വേണ്ടി. കാരണം GK അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പം നമ്മൾ നോർമൽ പ്രൊസീജിയർ എടുത്തിരുന്നെങ്കിൽ, അതായത് നോർമലായിട്ട് പറയുകയായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യായിരുന്നു, സിലബസ് നമുക്കറിയാം, കുറേ ടോപ്പിക്സ് ഉണ്ട്. SSC ആയാലും RRB ആയാലും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള GK ടോപ്പിക്സുകളുണ്ടല്ലേ, സിലബസ് വൈസ് നമുക്കറിയാം. അപ്പോൾ ആ സിലബസ് കവർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ റിവിഷൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് PYQs അറ്റൻഡ് ചെയ്യുക, മിക്സഡ് ആയിട്ടുള്ള സെക്ഷണൽ PYQs ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ബുക്കൊക്കെ മേടിച്ച് വെച്ച് പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. നോർമൽ പ്രൊസീജിയർ, അതായത് നമ്മളിപ്പോൾ NTPC വിളിച്ച സമയം തൊട്ട് പഠിക്കാൻ തുടങ്ങിയവരായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 40-ൽ 30-ന് മുകളിൽ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നോർമൽ ഇനി ഏതൊരു എക്സാമിന് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട GK എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ട് നമ്മൾ വിട്ടുകളയേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. അതിൻ്റെ നോർമൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടോപ്പിക്സുകളുണ്ടോ, ഏതൊക്കെ സബ്ജക്ട്സുകളുണ്ടോ ആ സബ്ജക്റ്റ് എല്ലാം സിലബസ് വൈസ് കവർ ചെയ്യുക. അത് കഴിഞ്ഞ് നോട്ട്സ് കൃത്യമായിട്ട് ഈ കവർ ചെയ്യുന്ന സമയത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് റിവിഷൻ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സിലബസ് ചെയ്യുക, നോട്ട്സ്, PYQ മോക്ക്, PYQ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നീ ബുക്ക് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ്, അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്ന PYQ മിക്സഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അവസാനം എന്ത് ചെയ്യുക, മോക്കുകൾ എടുക്കുക, സെക്ഷണൽ മോക്കുകൾ എടുത്ത് നിങ്ങളുടെ ഒരു നിലവാരം മനസ്സിലാക്കുക, അനലൈസിങ് ചെയ്യുക. നിങ്ങൾ ഏതൊക്കെ പോർഷൻസ് വിട്ടുപോയെന്നുള്ളൊരു കാര്യമൊക്കെ കൃത്യമായി പഠിക്കുക. ഇതെന്താണ്, നോർമൽ പ്രൊസീജിയറാണ്. ഇനി പക്ഷെ നമുക്ക് ആ നോർമൽ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ട സമയമുണ്ടോ? ഇല്ല, അത് വലിയൊരു സ്റ്റേജാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ നല്ല ടൈം വേണം. പക്ഷെ ഇനി നമുക്കുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോർമൽ പ്രൊസീജിയറിൻ്റെ പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷൻ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇനി സബ്ജക്ട് PYQs അറ്റൻഡ് ചെയ്യുക, PYQs അറ്റൻഡ് ചെയ്യുക, അത് കഴിഞ്ഞ് മോക്ക് ടെസ്റ്റ് എഴുതുക. എന്താണ് സബ്ജക്ട് PYQ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കും അവരിപ്പോഴും പിടിക്കുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇഷ്യൂസ് ഒക്കെ നടന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ ആ പാറ്റേൺ പിടിച്ച് മാത്രമേ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇടാറുള്ളൂ. അപ്പോൾ അവരുടെ ഒരു മേജർ ഏരിയ ഉണ്ട്, ആ ഏരിയ നമ്മൾ കവർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് ഈ ആ ഒരു 100% എന്ന് പറയുന്നതിൽ എത്തിയില്ലെങ്കിൽ പോലും 90% സിലബസ് നമ്മൾ കവർ ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ സബ്ജക്റ്റ് PYQ മോക്ക് ടെസ്റ്റും ആണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്. 50 ദിവസത്തിൻ്റെ കാര്യമാണ്. സബ്ജക്റ്റ് PYQ ഓരോ സബ്ജക്റ്റുകൾ എടുത്തിട്ട്, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് GK ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ആദ്യത്തെ 6 എണ്ണമാണ് ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്, നമ്മുടെ സബ്ജക്റ്റ് വൈസ് നോളജ്. അതായത് നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, നമ്മൾ 10+2 പഠിച്ച സാധനങ്ങൾ, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സയൻസ്, കമ്പ്യൂട്ടർ, ഇത്രയാണ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെയൊക്കെ എന്ത് ചെയ്യുക, PYQs അറ്റൻഡ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കാരണം ഇതൊരു വാസ്റ്റ് ഏരിയ ആണ്. നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ 10-ലും +2-നൊക്കെ ഓരോ സബ്ജക്റ്റായിട്ട് പഠിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ സബ്ജക്റ്റായിട്ട് പഠിച്ചത് ഇനി ഒന്നേന്ന് പഠിക്കാൻ നിന്നാൽ നമുക്ക് നടക്കുമോ? ഇല്ല, നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക.
ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മൾ നോക്കി പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്? കണക്റ്റഡ് ഫാക്റ്റുകൾ എടുത്തെടുത്ത് പോവുക. എപ്പോഴും കയ്യിൽ നോട്ട് ഉണ്ടായിരിക്കണം GK വേണ്ടി, അല്ലെങ്കിൽ ഒരു ബുക്ക് നമ്മൾ അതിന് വേണ്ടി റെഫർ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. എന്നിട്ട് അതിൽ ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇനി നമ്മൾ സമയം ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സബ്ജക്ട് PYQ ഈ ഒരു ഇത്രയും ടോപ്പിക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 40 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ആ 40 മാർക്കിന് നിങ്ങൾ ഡെയിലി ഒരു 2 മണിക്കൂർ, ഇപ്പം വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് വേറെ എന്തെങ്കിലും പഠിക്കുന്നവരായിക്കോട്ടെ, ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം. ഇവിടെ പറയുന്നത് എന്താണ്? മിനിമത്തിൻ്റെ കാര്യമാണ് കേട്ടോ. മിനിമം കാര്യമാണ് ഞാൻ പറയുന്നത്, മിനിമം. കാരണം എല്ലാവർക്കും മാക്സിമം എന്ന് പറയുന്നത് ഒരുപാട് ടൈമുണ്ട്. 24 മണിക്കൂറിൽ എപ്പോൾ വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ടൈം മൊത്തവും നമ്മൾ എടുക്കുന്നില്ല. മിനിമം നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്, 2 മണിക്കൂർ. കാരണം ബാക്കി സബ്ജക്ട്സുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ, നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചോളൂ. പക്ഷേ നമ്മൾ GK വേണ്ടി 2 മണിക്കൂർ മിനിമം കൊടുത്തേ പറ്റുള്ളൂ. അത് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് രാവിലെ പഠിക്കുന്നെങ്കിൽ അങ്ങനെ 1 മണിക്കൂർ, രാത്രി വൈകിട്ട് വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ അങ്ങനെ 1 മണിക്കൂർ പഠിക്കണമെങ്കിൽ അതും ഓക്കെ. എന്തായാലും മിനിമം 2 മണിക്കൂർ പഠിക്കുക, അത് സ്റ്റഡി ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. ആ 2 മണിക്കൂറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റുകൾ പഠിക്കണം. 1 മണിക്കൂർ എന്ത് ചെയ്യണം? സബ്ജക്റ്റുകൾ പഠിക്കണം. സബ്ജക്റ്റുകൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മെയിൻ 6 സബ്ജക്റ്റുകളാണ് വരുന്നത്. 6 സബ്ജക്റ്റ്. ഒന്ന് ഏതാണ്? ഹിസ്റ്ററി. ഒന്ന് എത്രയാണ്? ഹിസ്റ്ററിയിൽ നിന്ന് 4 to 5 ക്വസ്റ്റ്യൻസ് വരെ വരാറുണ്ട്. ജോഗ്രഫിയിൽ നിന്ന് 3 to 4 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പൊളിറ്റിക്സിൽ നിന്ന് 4 to 5. അതായത് സോഷ്യൽ സയൻസിന് എപ്പോഴും എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്? നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ സയൻസും സയൻസും ഒക്കെ. കാരണം നമ്മൾ എന്താണ് 1ാം ക്ലാസ് മുതലേ പഠിക്കുന്നത് ഈ സബ്ജക്റ്റുകളാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതിൽ നിന്ന് വരെ തന്നെ ചെയ്യും. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ സിലബസ് കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗാന്ധിജിയുടെയൊക്കെ പീരീഡ്സുകൾ, അവരുടെ റവല്യൂഷണറി പീരീഡ്സ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന ആ കാര്യങ്ങളെല്ലാം വരുന്നത് എന്താണ്? മോഡേൺ ഇന്ത്യയിലാണ്. എങ്ങനെയാണ് വൈസ്രോയി മുതൽ ഗവർണർ ജനറൽസ്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? നോക്കി പോവേണ്ട കാര്യങ്ങൾ. പിന്നെ സത്യാഗ്രഹാസ്, ഇത്രയൊക്കെ മൂവ്മെന്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് എന്താണ് നമ്മുടെ ഈ ഒരു സഭകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, എന്തൊക്കെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പീരീഡിൽ എന്തൊക്കെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിക്കണം. കാരണം നമുക്ക് വരുന്നത് ആൻഷ്യന്റ് ഇന്ത്യ ഉണ്ട്, മോഡേൺ ഇന്ത്യ ഉണ്ട്, മിഡീവൽ ഇന്ത്യ ഉണ്ട്. അതിൽ മോഡേൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. ഇനി അടുത്ത് നിങ്ങൾ ആൻഷ്യന്റ് ഹിസ്റ്ററിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലെന്താണ് വരുന്നത്? എപ്പോഴും ഡൈനാസ്റ്റീസ്. ഡൈനാസ്റ്റീസിൽ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഏതാണ്? മൗര്യ പഠിക്കണം, ഗുപ്ത പഠിക്കണം, അതുപോലെ ചോള, ആ ഒരു രീതിയിൽ ചോള, ചണ്ടേല, പല്ലവ ഡൈനാസ്റ്റി, അങ്ങനെ ഡൈനാസ്റ്റീസ് പഠിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒന്നേറെ സിലബസ് കവർ ചെയ്യണം എന്നുള്ളൊരു മീനിങ്ങേ അല്ല. ഓക്കെ, നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒന്നും സിലബസ് കവർ ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ PYQs മാത്രം അറ്റൻഡ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ 4 ഓപ്ഷൻസ് കാണും അല്ലേ? ABCD എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് കാണും. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ കിടക്കുന്ന ആൾ ആരാണെന്നും കൂടെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റും കൂടെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇനി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇന്നൊരു ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തു എന്ന് വിചാരിച്ചു, ഒരു 50 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പോട്ടെ ഒരു 20 ക്വസ്റ്റ്യനേ ചെയ്തോളൂ. ആ 20 ക്വസ്റ്റ്യനിലും ഈ ഓപ്ഷനിൽ കിടക്കുന്ന ആൾക്കാർ ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്, ഇപ്പം ഗുപ്ത എംപയറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ പോലും ആ ഗുപ്ത റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ ഫാക്റ്റും ചുമ്മാ എങ്കിലും അറിയാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് നമ്മൾ കവർ ചെയ്യാൻ അപ്പോൾ നമ്മൾ ശ്രമിക്കും. അങ്ങനെ ഒരു പാറ്റേണിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനിയുള്ള ഡേയ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഷ്യന്റ് ഇന്ത്യയിൽ എന്താണ്? ഡൈനാസ്റ്റീസ് പഠിക്കുക. പിന്നെ എന്താണ്? നമ്മുടെ ഈ ബുദ്ധയുടെയൊക്കെ ടൈം ഉണ്ടായിരുന്നു, ബുദ്ധിസത്തിന്റെ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ബുദ്ധിസത്തിന്റെ ടൈം എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കുക. വേദാസിന്റെ ടൈം, അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എന്താണ്? ഈ സമയങ്ങളിൽ വച്ച ടെമ്പിൾസ്, നിങ്ങൾക്കറിയാം ആൻഷ്യന്റ് ഇന്ത്യയിൽ ഒരുപാട് ടെമ്പിൾസ് വയ്ക്കാൻ അവരുടെ രാജവംശം അനുസരിച്ച് ഒരുപാട് ടെമ്പിൾസ് ഉണ്ടായിട്ടുണ്ട്. ആ ടെമ്പിൾസിൻ്റെയൊക്കെ പേരുകൾ പഠിക്കുക. അത് കഴിഞ്ഞ് എന്താണ്? സത്യാഗ്രഹ മൂവ്മെന്റ്സ്. ഇത് നമ്മൾ പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യയിൽ വരുന്നതാണ് ഈ സത്യാഗ്രഹാസ്. ഓരോ ഗാന്ധിജി ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറേ മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ അപ്പം എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. അപ്പോൾ അവർ ആ എസ്റ്റാബ്ലിഷ് ചെയ്ത കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസും കുറേ സഭകളും ഒക്കെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം. അതിൻ്റെ ഇയേഴ്സും പഠിക്കണം. പിന്നെ വരുന്നത് മിഡീവൽ ഇന്ത്യയിൽ നിന്ന് മുഗൾസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മുഗൾസിൻ്റെ കാര്യം കേട്ടോ. മുഗൾസ്, സ്ലേവ് ഡൈനാസ്റ്റി, തുടക്കം ആ ഒരു ഡൈനാസ്റ്റീസ് തന്നെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ മുഗൾസിൻ്റെ കാര്യം എടുത്ത് പഠിക്കുക. ഇതാണ് ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. ജോഗ്രഫി ആയിക്കോട്ടെ 3 to 4 മാർക്കാണ് പറഞ്ഞത്. അതിലെപ്പോഴും പഠിക്കേണ്ടത് ഫിസിയോളജിക്കൽ ഡിവിഷൻസ് ആണ്.
ഫിസിയോളജിക്കൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 6 ഡിവിഷൻസ് വരെ വരുന്നുണ്ട്. നമ്മുടെ പ്ലേറ്റ്യൂ, പ്ലെയിന്, മൗണ്ടെയിൻസ്, അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ ഐലൻഡ്സ്, കോസ്റ്റൽ ഏരിയാസ്, ഡിസേർട്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫിസിയോളജിക്കൽ ഡിവിഷൻസ് വരുന്നുണ്ട്. ടോപ്പോഗ്രഫി എന്ന് പറയും, അത് പഠിക്കാൻ നോക്കുക. അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. റിവർ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഡാം, റിവർ സിസ്റ്റം പഠിക്കുമ്പോൾ റിവേഴ്സിൻ്റെ കാര്യങ്ങൾ പഠിക്കണം, ട്രിബ്യൂട്ടറീസ് പഠിക്കണം, ഡാം പഠിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്നേന്ന് പഠിക്കാൻ നിന്നാൽ നടക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യുക, മിക്സഡ് PYQ എന്ന് പറഞ്ഞ് യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്കുണ്ട്, പിനാക്കലിൻ്റെ ബുക്കുണ്ട്, അല്ലെങ്കിൽ YCTയുടെ ബുക്കുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ബുക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് റെഫർ ചെയ്ത് പഠിക്കുക. അത്രയും മാത്രം മതി. നിങ്ങളെ ഏകദേശം നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാൻ PYQവിനെ കൊണ്ട് നടക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നെയ്ബറിംഗ് കൺട്രീസ്, സോളാർ സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യം. നെയ്ബറിംഗ് കൺട്രീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന കൺട്രീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ കറൻസി, അതുപോലെ ക്യാപിറ്റൽ, നെയ്ബറിംഗ് കൺട്രീസിൻ്റെ എന്തെങ്കിലും ഫെസ്റ്റിവൽസോ ഡാൻസസോ എന്തെങ്കിലും ഒന്ന് ഫേമസ് ആണെങ്കിൽ അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുക, അവരുടെ ക്യാപിറ്റൽസ് അറിഞ്ഞിരിക്കുക. നമ്മുടെ അടുത്ത് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അറിയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ വാസ്റ്റ് ആണ്, നമ്മൾ മൊത്തത്തിൽ പഠിക്കാൻ നിന്നാലും നടക്കില്ല. കാരണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അമെൻമെന്റ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് ഈ രാജ്യസഭ, ലോക്സഭ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. പൊളിറ്റിക്സ് മസ്റ്റ് ഷുവർ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ PYQs അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. എക്കണോമിക്സിലായാലും നിങ്ങൾ മേജറായിട്ട് എല്ലാം അറിയില്ലെങ്കിൽ പോലും ബേസിക് കോൺസെപ്റ്റുകൾ കുറേ ഉണ്ട്. നാഷണൽ ഇൻകം, അതുപോലെ തന്നെ GDP, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ബേസിക് അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെൻസസും 5 ഇയർ പ്ലാൻസും മാത്രം പഠിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ തന്നെയാണ് സയൻസിൻ്റെ കാര്യം. സയൻസിൽ നിന്നും 7 to 8 ക്വസ്റ്റ്യൻ വരും. കാരണം ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GK ഒരു സെക്ഷനും ജനറൽ സയൻസ് ഒരു സെക്ഷനും, പക്ഷേ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. GKയുടെ അതേ പോർഷൻസ് ആണ് GS വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ജനറൽ സയൻസ് പക്ഷേ ഒരു 7 to 8 ക്വസ്റ്റ്യൻ എന്തായാലും വരും. കാരണം എന്തൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട് കേട്ടോ. ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒന്നീ ചിലപ്പോൾ ഫിസിക്സിൽ നിന്നൊക്കെ ആണെങ്കിൽ മാത്തമെറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരെ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ബയോളജിയുടെ കുറേ എന്താണ് അനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. കെമിസ്ട്രിന്നാണെങ്കിൽ റിയാക്ഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സയൻസിൽ കവർ ചെയ്യണം. കമ്പ്യൂട്ടറിൽ നിന്നും അത്യാവശ്യം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടറിൽ നിന്ന് മിക്കവാറും ഈ ഫുൾ ഫോമുകൾ ചോദിക്കാറുണ്ട്. HTML ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യം ചോദിക്കും. വെബ് ബ്രൗസേഴ്സിൻ്റെ കാര്യം ചോദിക്കും, നെറ്റ്വർക്കിംഗ് സിസ്റ്റംസിൻ്റെ കാര്യം ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കാര്യങ്ങൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിമ്പിൾ ടേംസ് അതങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നിങ്ങൾ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, നിങ്ങൾ ഈ പറയുന്ന പോലെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി. കമ്പ്യൂട്ടറിൻ്റെ മിക്സഡ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹിസ്റ്ററിയുടെ മിക്സഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഷ്യൻ്റ് ഇന്ത്യ 100 ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് PDF അവൈലബിൾ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ടു പഠിക്കാം. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇനിയുള്ള ടൈം യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന 1 hour സബ്ജക്റ്റും 1 hour നമ്മൾ എന്തും പറഞ്ഞിട്ടുണ്ട്, 1 hour സബ്ജക്റ്റ് പഠിക്കണമെന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റുകളുടെ കാര്യമാണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട്. 1 മണിക്കൂർ 6 സബ്ജക്റ്റുകളാണ് നമുക്ക് വരുന്നത്. മൊത്തത്തിൽ 6 സബ്ജക്റ്റ്. ഈ 6 സബ്ജക്റ്റിൽ ഇന്നിപ്പോൾ എന്താണ് നിങ്ങൾ ഹിസ്റ്ററിയുടെ PYQs ആണ് അറ്റൻഡ് ചെയ്തതെങ്കിൽ നാളെ എന്ത് ചെയ്യുക, ജോഗ്രഫിയുടെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒരുപാട് ടൈം ഉണ്ട്. ആ ടൈം മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇന്ന് ഹിസ്റ്ററി പഠിക്കുന്നു, നാളെ ജോഗ്രഫി പഠിക്കുന്നു, പിന്നെ പൊളിറ്റിക്സ് പഠിക്കുന്നു, അത് കഴിഞ്ഞ് ഒരു ദിവസം സയൻസ് പഠിക്കുന്നു. ഈ സയൻസ് പഠിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു ദിവസം ഫിസിക്സ് ആണ് കംപ്ലീറ്റ്ലി നോക്കുന്നതെങ്കിൽ മറ്റൊരു ദിവസം ബയോളജി നോക്കുക, മറ്റൊരു ദിവസം കെമിസ്ട്രി നോക്കുക. അപ്പം അങ്ങനെ സയൻസിൻ്റെ ദിവസം നിങ്ങൾ കൃത്യമായി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് കമ്പ്യൂട്ടർ ആണെങ്കിൽ അടുത്തൊരു ദിവസം കമ്പ്യൂട്ടർ പഠിക്കുക. ഇപ്പം 5 ദിവസമേ ആയുള്ളൂ. അപ്പം 5 ദിവസം പഠിക്കാനുള്ള സാധനം തന്നെ ഇത്രയായി. ഇനിയുള്ള ഒരു സാധനം എന്താണ്, എക്കണോമിക്സ്. ഒരു ദിവസം എക്കണോമിക്സ് പഠിക്കുക. ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റാറ്റിക് ജിക്കോ അങ്ങനെ എന്തെങ്കിലും പോർഷന് വേണ്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. 1 മണിക്കൂർ എങ്ങനെ യൂസ് ചെയ്യണം, ഏത് സബ്ജക്റ്റിന് യൂസ് ചെയ്യണം നിങ്ങൾ ഫിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം ടേബിളിനനുസരിച്ച് പഠിക്കുക. പക്ഷേ ബാക്കിയുള്ള 1 hour ഒരു മണിക്കൂർ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി കറണ്ട് അഫേഴ്സിന് കൊടുക്കണം. കംപ്ലീറ്റ്ലി കറണ്ട് അഫേഴ്സിന് കൊടുക്കുക. കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ 1 to 1.5 വർഷം വരെ പിന്നിലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഒരു വർഷം എന്ന് പറയുമ്പോൾ 2024-ൻ്റെയും 23-ൻ്റെ പകുതി തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അറിയേണ്ടി വരും. അല്ലെങ്കിൽ 2024-25 മിനിമം എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. 2024-25 മിനിമം പഠിക്കുക. എപ്പോഴും ഞാൻ പറയുന്നത് കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് പെട്ടെന്ന് ഒരു സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ട ഒരു കാര്യം, എപ്പോഴും മന്ത്ലി കറണ്ട് അഫേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നി
പഠിച്ചു പോവുക. ഓരോ മാസവും മന്ത്ലി കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്ത് പോവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നതാണെങ്കിൽ അതും അത് എന്ത് ചെയ്യുക, ഹാബിറ്റാക്കി മാറ്റുക. ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെങ്കിലും ഇനിയുള്ള ദിവസം ഞാൻ വായിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമില്ല. പക്ഷെ നിങ്ങൾ വേറൊരു എക്സാം എഴുതുമ്പോൾ അതിന് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ അതൊരു ശീലമായിട്ട് മാറ്റുക, ഒരു ഹാബിറ്റായിട്ട് മാറ്റാനായിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, ശ്രമിക്കുക. ന്യൂസ് പേപ്പർ റീഡിങ് ഒരു നിങ്ങളുടെ എന്താണ് ഒരു ഹോബി ആയിട്ട് തന്നെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിൽ 1 ലൈനേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കറണ്ട് അഫേഴ്സ് ബാക്ക് ടു 1 to 1.5 ഇയേഴ്സ് ഉള്ളത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കറണ്ട് അഫേഴ്സ് അത്ര ഇമ്പോർട്ടൻസ് ആണ്. കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുമ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ എന്ത് ഏരിയ ആണ് പഠിക്കേണ്ടത്, കറണ്ട് അഫേഴ്സിൻ്റെ എന്ത് ഏരിയ ആണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് വരും. ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. കറണ്ട് അഫേഴ്സിൻ്റെ എന്ത് ഭാഗമാണ് വരുന്നതെന്നുള്ളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോളാം. ഓക്കെ, കറണ്ട് അഫേഴ്സിൻ്റെ കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ 7 തൊട്ട് ഈ പറയുന്ന 20 വരെ ഞാൻ കൊടുത്തിരിക്കുന്നത് കറണ്ട് അഫേഴ്സ് ആൻഡ് സ്ട്രാറ്റജിക്ക് മിക്സഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. എപ്പോഴും കറണ്ട് അഫേഴ്സിന് ചോദിക്കുന്ന ഏരിയകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇത്രയും സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇത് തൊട്ട് എന്താണ് കറണ്ട് അഫേഴ്സ് ആൻഡ് സ്ട്രാറ്റജിക്ക് മിക്സഡ് എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഡെയിലി എന്തിനു വേണ്ടി ടൈം മാറ്റണം, ഒന്ന് സബ്ജക്റ്റിന് വേണ്ടി മാറ്റണം, ഒന്ന് കറണ്ട് അഫേഴ്സിന് വേണ്ടി മാറ്റണം. അപ്പോൾ ആ കറണ്ട് അഫേഴ്സിൽ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇന്ന് ഹിസ്റ്ററിയും പഠിക്കുകയാണ്, 1 മണിക്കൂർ ഹിസ്റ്ററി പഠിക്കുന്നു, അടുത്ത 1 മണിക്കൂർ 2 മണിക്കൂറിൽ 1 മണിക്കൂർ എന്ത് ചെയ്യുകയാണ്, അവാർഡ്സ് എന്ന് പഠിക്കുകയാണെന്ന് വിചാരിച്ചു. അവാർഡ്സിൻ്റെ PDF ഞാൻ ഇന്ന് എന്ത് ചെയ്യും, പഠിച്ച് തീർക്കും. അവാർഡ്സ് എന്ന് ആലോചിക്കുക. ഓക്കെ, അവാർഡ്സ് എപ്പോഴും എന്ത് ചെയ്യുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GK പഠിച്ചിട്ട് ഒരു റിവിഷൻ എന്ന് പറഞ്ഞൊരു സാധനം എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. റിവൈസ് ചെയ്യണം. ചുമ്മാ നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല. ഒന്നീ പഠിക്കുന്നത് അപ്പം തന്നെ എന്ത് ചെയ്യുക, എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരാളുടെ പേരുണ്ടെങ്കിൽ ആ പേര് വെച്ച് കണക്ട് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു സ്ഥലം വെച്ച് കണക്ട് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ നിങ്ങളുടെ ഒരു ഫണ്ണി ആയിട്ടായാലും നിങ്ങളൊരു ഇഷ്ടമുള്ള രീതിയിൽ GK പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈസിയാണ് ശരിക്കും GK പഠിക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് അവാർഡ്സ് പഠിക്കണമെങ്കിൽ അവാർഡ്സ് ഇന്ന് 2 ക്വസ്റ്റ്യൻസ് മിനിമം ആണ് വരാറുള്ളത്. അവാർഡ്സ് എന്തെങ്കിലും അവാർഡ്സ്, ഈ പറയുന്ന അവാർഡ്സ് എന്ന് പറയുമ്പോൾ ഓസ്കാർ തൊട്ട് ഇനി കിടക്കുന്ന ജ്ഞാനപീഠ അവാർഡ് വരെയുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള അവാർഡ്സും അവർ എന്ത് ചോദിക്കും, സാഹിത്യ അക്കാദമി അവാർഡ് ആയിക്കോട്ടെ. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. 2024 25 ചോദിച്ചാൽ ഇതായിരിക്കാം ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ ഏറ്റവും 23 22 കിട്ടിയ അവാർഡ്സ് വരെ ചോദിക്കാം. പക്ഷെ എന്തായാലും ബേസിക് ആയിട്ടുള്ള കുറേ അവാർഡ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അവാർഡ്സ് അറിയണം. അത് കഴിഞ്ഞ് ആർട്സ് ആൻഡ് കൾച്ചർ എടുക്കുമ്പോൾ നിങ്ങൾ മ്യൂസീഷ്യൻസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും അവരുടെ മ്യൂസീഷ്യൻസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു പോവുക. അതായത് തബല പ്ലെയർ, ഒരാളെ കണ്ടാൽ തബല പ്ലെയർ ആണോ, അല്ലെങ്കിൽ അയാൾ എന്താണ് സിത്താറാണോ ഫ്ലൂട്ടാണോ എന്തെന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കണം. അയാൾക്ക് എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതറിയണം. ഇനി അടുത്ത് പിന്നെ വരുന്നത് എന്താണ്, ഡാൻസ് ആൻഡ് ഡാൻസേഴ്സ് ആണ്. ഡാൻസ് ആൻഡ് ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഭരതനാട്യം, ഫോക്ക് ഡാൻസേഴ്സ് ഉണ്ട്, അതെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെന്താണ്, പെയിന്റിങ്സ്. മുഗൾ ടൈമിലൊക്കെ കുറേ പെയിന്റിങ്സുകളുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറേ പെയിന്റിങ്സ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്ലാസ്സിന് ഒരു മണിക്കൂർ പോലും പഠിക്കാനുള്ള സാധനങ്ങളെ ആ പെയിന്റിങ്സിലൊക്കെ കാണും. അതൊക്കെ ഇപ്പം എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്ന പോയിന്റ് അപ്പോയിന്റ്മെന്റ്സുകളാണ്. അപ്പോയിന്റ്മെന്റ്സ് എല്ലാം വരാം. അതായത് ചീഫ് മിനിസ്റ്റർ, ഗവർണേഴ്സ്, മിനിസ്റ്റേഴ്സ്, അതർ മിനിസ്റ്റേഴ്സ്, പിന്നെ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിക്കോട്ടെ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിലും വരുന്ന അപ്പോയിന്റ്മെന്റ്സ് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോയിന്റ്മെന്റ്സ് ഒരു പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് സ്പോർട്സും ഒരു വൈഡ് ഏരിയ ആണ്. മറ്റേ സ്പോർട്സിൻ്റെ ടെർമിനോളജീസ്, ട്രോഫീസ്, അതുപോലെ ഇടയ്ക്ക് നടന്ന ഏതെങ്കിലും മത്സരത്തിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം, ഇന്ത്യ തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം, അങ്ങനെയുള്ള കുറേ ബേസിക് ആയിട്ടുള്ള എല്ലാ ഗെയിംസിൻ്റെയും കാര്യങ്ങൾ സ്പോർട്സിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ 1 hour കൊടുത്ത് ഓരോ ടോപ്പിക്സും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്നൊക്കെ എന്താണ് അത്യാവശ്യം മാർക്ക് വരുന്നത്, ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്, സബ്ജക്ട് നോളജിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫേഴ്സിൽ നിന്ന് എല്ലാം കൂടെ ചേർത്ത് ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് വരെ കറണ്ട് അഫേഴ്സിൽ നിന്ന് വരാം. പക്ഷേ അതിലെങ്ങനെയാണ്, ചിലപ്പോൾ അവാർഡ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആയിരിക്കാം, ആർട്സ് ആൻഡ് കൾച്ചറിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ്സിൽ നിന്ന് 2 ആയിരിക്കാം, സ്പോർട്സിൽ നിന്ന് 2 ആയിരിക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കറണ്ട് അഫേഴ്സിൽ ഇത്ര മാർക്ക് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന ഇതെല്ലാം എന്താണ് 1 to 2 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്ന സാധനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ഇതിൽ നിന്ന് ചോദിക്കുക, അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാതെ ഇതെന്ത് ചെയ്തില്ല, വരാറില്ല. അപ്പം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, യുനെസ്കോ റിലേറ്റഡ് ടോപ്പിക്സുകൾ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഈ പറയുന്ന വേൾഡ് ബാങ്ക്, അതുപോലെ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഇതിൻ്റെയൊക്കെ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോട്ടോകോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം അറിയണം. ഇവർ ഏതെങ്കിലും സംഘടനകൾ, ഇപ്പോൾ ബീംസ്റ്റെക്ക് എന്നൊക്കെ പറയുന്ന സംഘടനകൾ എവിടെയെങ്കിലും വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതറിയണം.
അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ അറിയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേ, നമ്മൾ ഈ എഴുതാൻ പോകുന്ന സമയത്തിനുള്ളിലുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് കാണും. സിമ്പിളായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആയിരിക്കും, പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അറിയാൻ നോക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, 1-2 മാർക്ക് തന്നെയല്ലോ, അത് വേണ്ടാന്ന് വെച്ച് വിടണമെങ്കിൽ അങ്ങനെ ആവാം. പക്ഷെ ഒരു ക്വസ്റ്റ്യനെങ്കിലും മിനിമം അതിൽ നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, മിനിമം ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ ഡേയ്സ് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കുക. ഈവൻ ഡേ, വാട്ടർ ഡേ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്ലാസ്റ്റിക് ഇതിൻ്റെയൊക്കെ നോ പ്ലാസ്റ്റിക് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡേയ്സ്, അങ്ങനെയൊക്കെ കുറേ കാര്യം പഠിക്കാം. പിന്നെ ഇയേഴ്സ് ഒരു മസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ. ഇയേഴ്സ് ഒരു മസ്റ്റ് ടോപ്പിക്കാണ്. അതായത് ഏതെങ്കിലും ഒരു സഭ എസ്റ്റാബ്ലിഷ് ചെയ്ത സമയം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇത് അഡോപ്റ്റ് ചെയ്ത സമയം, അല്ലെങ്കിൽ ഏതെങ്കിലും ചീഫ് മിനിസ്റ്റർ പുതിയ ബഡ്ജറ്റിലേക്ക് ഇന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം, സ്കീം ലോഞ്ച് ചെയ്ത സമയം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇയേഴ്സിൻ്റെ കണക്ക് മസ്റ്റായിട്ട് അവർ ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ഞാൻ ഇയേഴ്സിൻ്റെ ബേസിസിൽ NTPC ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്, അഡോപ്റ്റഡോ ലോഞ്ച്ഡോ എസ്റ്റാബ്ലിഷോ ആയിട്ടുള്ള കാര്യം. പിന്നെ എന്താണ് ഡിഫൻസ് സിസ്റ്റം ഓഫ് ഇന്ത്യ. ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വാർ ഫേസസ്, മിലിറ്ററി കാര്യങ്ങൾ, അങ്ങനത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മിലിറ്ററി എക്സസൈസസ് ഉണ്ട്, അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം, അതാണ് പറഞ്ഞത് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫേഴ്സിൽ പുതിയ എന്തെങ്കിലും ഒരു സാധനം, സ്പേസ് ഷിപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന വാർഷിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ത്യ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കാര്യം. ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാ ഫസ്റ്റും വരാറുണ്ട്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫീമെയിൽ ഇതായത് ആരാണ്, അല്ലെങ്കിൽ സ്പോർട്സിന് ഫസ്റ്റ് ആദ്യമായിട്ട് ഇതിൻ്റെ മെഡൽ കിട്ടിയ ആർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഫസ്റ്റുകൾ ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞ് സ്കീംസ് ചോദിക്കാറുണ്ട്, ബുക്സ് ചോദിക്കാറുണ്ട്. ഇതെല്ലാം 1 മാർക്കെങ്കിലും മിനിമം വെച്ച് ചോദിക്കുന്ന സാധനമാണ് കേട്ടോ. സ്പേസ് പ്രോഗ്രാംസ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ISRO റിലേറ്റഡ് ഒരു ഫാക്ട് എന്തായാലും എപ്പോഴും ചോദിക്കുന്നതാണ്. ISROയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചോണം. ISRO കാര്യം അവരെന്തായാലും ഉറപ്പായിട്ടും എടുത്ത് ചോദിക്കും, നമ്മുടെ റെയിൽവേ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ സ്പേസ് പ്രോഗ്രാംസുകൾ എല്ലാം മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. 1 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് അവിടെ നിന്ന് ചോദിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, അതായത് നമ്മൾ എപ്പോഴും വിട്ടുപോകുന്ന ഒരു ടോപ്പിക്കാണ് ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ. ജോഗ്രഫിയുടെ അകത്ത് വരുന്നതാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ ഉൽപ്പാദിക്കുന്ന എവിടെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ എന്ത് ചെയ്യുക അവർ ജോഗ്രഫിക്കലായിട്ട് ചോദിക്കാറുണ്ട്. ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചു നോക്കി എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ലാസ്റ്റായിട്ട് വരുന്നത് റാങ്കിങ് ആൻഡ് ഇൻഡെക്സ്. ഇത്ര ടോപ്പിക്സേ ശരിക്കും പറഞ്ഞാൽ അവർ കവർ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. റാങ്കിങ് ആൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, അല്ലെങ്കിൽ ഇന്ന ഗ്ലോബൽ റിപ്പോർട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സിൽ ആർക്ക് റാങ്ക് എത്രയാണ്, ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നൊക്കെ ഉള്ളൊരു കാര്യം എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്ര ടോപ്പിക്സുകളാണ് ശരിക്കും പറഞ്ഞാൽ അവർ കവർ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്ര ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ ഡെയിലി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. GK ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. എന്ത് ചെയ്യുക, ആദ്യം സബ്ജക്ട് നോളജ് എന്ത് ചെയ്യുക, മിക്സഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഡെയിലി ഈ കറണ്ട് അഫേഴ്സ് ടോപ്പിക്സും കൂടെ കവർ ചെയ്ത് പോവുക. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആവറേജിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഈ ടോപ്പിക്സ് മാത്രം അടിച്ചു നോക്കി എന്ത് ചെയ്യുക, പഠിക്കുക. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇത് ലാസ്റ്റ് മിനിറ്റ് പറ്റുന്ന ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എഫേർട്ടിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ എത്രത്തോളം എഫേർട്ട് അതിന് കൊടുക്കാൻ തയ്യാറാണോ? ഇപ്പോൾ 2 മണിക്കൂർ ഞാൻ മിനിമം പറഞ്ഞതാണ്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ സമയം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങൾ NTPC ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ GK ഏറ്റവും വലിയ പാർട്ടാണ് പങ്കുവഹിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRB NTPCയുടെ റിവിഷൻ ബാച്ച് നിങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കണം. ഇനി ഇങ്ങനെയാണ് ഇനിയുള്ള ഡേയ്സ് ഇത്രയും നന്നായിട്ട് യൂസ് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ 50 days സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് വേയിൽ നിങ്ങൾക്ക് മിക്സഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി April 2-നാണ് നമ്മുടെ ഈ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ഒരുപാട് കുട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് ആ ഒരു 50 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാനിൽ കയറി ആ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡായിട്ട് കണ്ടു തീർത്ത് സിലബസ് വൈസ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് അതിൻ്റെ മിക്സഡ് PYQs അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സമയത്ത് ആ ലൈവ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഈ 50 ദിവസം യൂസ് ചെയ്യാനുള്ള എല്ലാ
വഴികൾ എന്തുണ്ട് ഈ ഒരു RRB NTPC സ്റ്റഡി പ്ലാനിലുണ്ട്. മാക്സിമം അത് യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യൂട്യൂബ് പ്ലാൻസോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലോ പ്ലാൻസ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഇനിയുള്ള ഡേയ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ഡേയ്സ് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതിൽ തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്